ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എ സി ഓൺ ആവുന്നില്ല എന്ന കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് എ സിയുടെ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് എ സിയിലൊരു ബീപ്പ് സൗണ്ടോ അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ ലൈറ്റോ ഒന്ന് തെളിഞ്ഞു വരും. ഇവിടെ അതൊന്നും വന്നിട്ടില്ല. ഒന്നെങ്കിൽ എ സിയുടെ PCB ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ സ്റ്റെബിലൈസറിലേക്ക് വരുന്ന സപ്ലൈ വയറിലോ കംപ്ലൈൻ്റ് ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് എ സിയുടെ സ്റ്റെബിലൈസർ ഓൺ ആകുന്ന സമയത്ത് ഇവിടെ ഒരു റെഡ് ലൈറ്റ് കത്തും. ഇവിടെ റെഡ് ലൈറ്റ് കത്തിയിട്ടില്ല. ഇതാണ് സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ട്. ഇതിൽ നിന്നാണ് എ സിയിലേക്ക് കണക്ഷൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റെബിലൈസർ കംപ്ലൈൻറ്റ് വരാം, അതല്ലെങ്കിൽ സ്റ്റെബിലൈസറിലേക്ക് വരുന്ന സപ്ലൈ ലൈനിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റെബിലൈസർ അയച്ചിട്ട് എ സിയുടെ വയറ് ഈ സ്റ്റെബിലൈസറിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന സപ്ലൈ വയറിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ചെയ്ത് നോക്കണം. നമ്മൾ വയറ് റിമൂവ് ചെയ്യാം. ഇനി ഈ വയറ് സ്റ്റെബിലൈസറിലേക്ക് വരുന്ന സപ്ലൈ ലൈൻ ഇവിടെയാണ്. ഇതിലേക്ക് ഡയറക്റ്റ് ഒന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെബിലൈസർ അയച്ചിട്ട് വയർ ഇങ്ങനെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എ സി ഒന്ന് ഓണാക്കി നോക്കാം. ഇനി നമുക്ക് എ സിയുടെ സ്വിച്ച് ഒന്ന് ഓണാക്കാം. ഇപ്പോൾ എ സിയിലൊരു ബീപ്പ് സൗണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എ സിയിൽ ഡിസ്പ്ലേ ലൈറ്റും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എ സി PCB ബോർഡൊന്നും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. സ്റ്റെബിലൈസറാണ് ഇവിടെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് റിമോട്ടിലൊന്ന് എ സി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലാപ്പ് എല്ലാം ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റെബിലൈസർ റെഡിയാക്കിയിട്ട് കൊണ്ടുവരണം. അങ്ങനെ 2 ദിവസത്തിന് ശേഷം നമുക്ക് സ്റ്റെബിലൈസർ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെബിലൈസർ ഒന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എ സിൻ്റെ ലൈനും സപ്ലൈ ലൈനും ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റെബിലൈസർ നമുക്ക് ഇവിടെ ആദ്യത്തെ പോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എ സിൻ്റെ ലൈന് ഈ സ്റ്റെബിലൈസറിൻ്റെ ഈ കണക്ടറിൽ ഒന്ന് കണക്ഷൻ ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ കപ്പൊക്കെ ഒന്ന് ഇട്ട് വെക്കാം. ഇനി സ്റ്റെബിലൈസറിൻ്റെ ലൈൻ വയർ നമ്മൾ സ്വിച്ചിൽ നിന്ന് വരുന്ന സപ്ലൈ ലൈനിലോട്ട് കണക്ഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എ സിൻ്റെ ലൈന് സ്റ്റെബിലൈസറിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെബിലൈസറിൻ്റെ ലൈന് നമ്മൾ സ്വിച്ചിൽ നിന്ന് വരുന്ന സപ്ലൈ വയറിലേക്ക് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എ സി ഒന്ന് ഓണാക്കി നോക്കാം. നമ്മൾ എ സി സ്വിച്ച് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ച് ഓണാക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഇത് റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഈ ഗ്രീൻ ലൈറ്റ് കത്തുന്ന സ്റ്റെബിലൈസർ എ സിയിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോഴാണ് ഇവിടെ പച്ച ലൈറ്റ് കത്തുക. ഇനി നമുക്ക് അകത്ത് പോയിട്ട് എ സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ സിയിൽ ലൈന് വന്ന് കിടക്കുന്നുണ്ട്, അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. ഇനി നമുക്ക് റിമോട്ടിലൊന്ന് ഓണാക്കാം. ഇപ്പോൾ എ സിയുടെ ഫ്ലാപ്പ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒരു എ സിയിൽ നിന്ന് വെള്ളം വീഴുന്നതിൻ്റെ കാരണവും അത് ശരിയാക്കുന്ന രീതിയും ഡീറ്റെയിലായി വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.